തുടരുക. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുവിളിയും നമുക്കൊപ്പം ചേരുന്നു. വസന്ത്, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഈ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അത് കേന്ദ്രവിഹിതം 41% അതല്ലെങ്കിൽ 2011 ജനസംഖ്യാ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിഹിതം കണക്കാക്കുന്ന രീതി നിർത്തണം എന്നുള്ളതെല്ലാം അടക്കം ഇത് കേരളത്തിന്റെ മാത്രം ആവശ്യം അല്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഇത് ആവശ്യപ്പെടുന്നതാണ്. ഈ ചില നയങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് പ്രതിസന്ധിയിലായി പോയ സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമല്ല ഉൾപ്പെടുന്നത്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന നിലപാടുകളുടെ ഭാഗവുമാണ്. സ്വാഭാവികമായിട്ടും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാം എന്നല്ലാതെ ഇത് പരിഗണിക്കാനുള്ള സാധ്യത നയപരമായിട്ട് വളരെയധികം കുറവാണ് എന്നുകൂടി വേണം മനസ്സിലാക്കണമല്ലോ. കേന്ദ്രവിഹിതമടക്കം ഈ ഉള്ള 41 തന്നെ 36 കൊണ്ടുവരണമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 50% ആക്കണമെന്നടക്കമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ തള്ളിപ്പോവും. പക്ഷേ ഇത് ഇടത് സർക്കാരിന്റെ മാത്രം ആവശ്യമല്ല. ധനകാര്യ കമ്മീഷന്റെ ഈ വിവേചനം ഒരു നൂറ്റാണ്ടോളമായി കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളും ഇത് നേരിട്ടിട്ടുള്ള വിഷയമാണ്. പ്രതീക്ഷയുണ്ടോ ധനകാര്യ കമ്മീഷന് മുന്നിൽ സംസ്ഥാനം ഈ ആവശ്യങ്ങളെല്ലാം വെക്കുമ്പോൾ അത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത എവിടെയെങ്കിലും കോൺഗ്രസ് കാണുന്നുണ്ടോ? അല്ല, അപർണ, നോക്കൂ, വളരെ പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഫണ്ട് പമ്പ് ചെയ്യുന്ന തീരുമാനത്തിലാണ് എത്തിയത്. അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോയി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെറിയ സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഏതാണ്ട് 2000 ആരംഭിച്ച ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ്. വലിയ പങ്ക് വഹിച്ചു എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളിൽ നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള മുദ്രാവാക്യമൊക്കെ അന്ന് ഉയർന്നു കേട്ടത് അപർണയ്ക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതിലൊക്കെ വലിയ പങ്ക് വഹിക്കുകയും കുടുംബാസൂത്രണത്തിൽ വലിയ മുന്നോട്ട് പോകൽ നടത്താനും നമുക്ക് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ ജനസംഖ്യാ അനുപാതം മാത്രം ഒരു ബാരോമീറ്ററായി പരിഗണിച്ചാൽ, അങ്ങനെ പരിഗണിക്കുമ്പോൾ നമ്മൾ വളരെ പുറകിലായി പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ മേനിറ്റീസ് പറഞ്ഞതിലും അത് കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ മറ്റെല്ലാ രംഗത്തും മുമ്പിൽ നിൽക്കുന്നത് പോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിലും കേരളം മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ UP വെച്ച് നോക്കുമ്പോൾ, ഉത്തർപ്രദേശിനെ വെച്ച് നോക്കുമ്പോൾ, രാജസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ, മഹാരാഷ്ട്രയെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജനസംഖ്യാ അനുപാതത്തിൽ വളരെ പുറകിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് തരുന്ന ഫണ്ട് കുറച്ചു മതി എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചു പോരുന്നത് തീർത്തും അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ വയനാട് പോലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ലാൻഡ് സ്ലൈഡ്സ് എടുത്താൽ അതിൽ ഒന്ന് വയനാട് ദുരന്തമാണെന്ന് ദേശീയ ഏജൻസികൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടും അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് 2011 ദേശീയ ദുരന്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ബാരോമീറ്റർ വെച്ചുകൊണ്ട് സർക്കാർ നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ തലത്തിലും ഇപ്പോ ദുരന്തങ്ങളുടെ കാര്യത്തിലാവട്ടെ, കേന്ദ്രവിഹിതം നൽകുന്ന കാര്യത്തിലാവട്ടെ, ഫെഡറൽ സംവിധാനത്തിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലാവട്ടെ, ഇതിലെല്ലാം ഒരു ഉടച്ചുമാർക്കൽ ആവശ്യമാണ്. അത് കൃത്യമായി കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസ്ഥാനത്തിന് സാധിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നോക്കൂ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു യങ് പോപ്പുലേഷൻ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ, അവർക്ക് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് യങ് പോപ്പുലേഷൻ ആണ് നമ്മുടേതുള്ളത്. കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉള്ളത് ഡിഗ്രി ഉള്ളവരായിരുന്നു യങ് പോപ്പുലേഷൻ നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്നതെങ്കിൽ ഇപ്പൊ PG ഉള്ള യങ് പോപ്പുലേഷൻ ആണ്. നമ്മുടെ ഒരു ആവറേജ് PG ആയി മാറിയിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള കൂടുതൽ യുവാക്കൾ, കൂടുതൽ യുവതികൾ ഈ സംസ്ഥാനത്തുണ്ട്. പക്ഷെ അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേന്ദ്രത്തിനും സാധിക്കുന്നില്ല, സംസ്ഥാനത്തിനും സാധിക്കുന്നില്ല. അതെല്ലാം അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ഇന്ന് സ്വാഭാവികമായും സംസ്ഥാന മന്ത്രിസഭ അവിടെ എത്തുമ്പോൾ അത് അഡ്രസ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, CRAG റിപ്പോർട്ട് അടക്കം കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുമ്പിൽ നിൽക്കുകയാണ്. 75,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് സംസ്ഥാനം. നമ്മൾ അതുകൂടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായും 75,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് വിവിധ ഏജൻസികളിൽ നിന്ന്, വിവിധ കോറികളിൽ നിന്ന്, ബാർ മുതലാളിമാരിൽ നിന്ന് എന്ന് സംസ്ഥാനത്തിന്റെ ഒരു ഡ്രോബാക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുമ്പിൽ ഉണ്ട്. അതുകൂടി പരിഹരിക്കപ്പെടേണ്ടതാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തരുന്നത് മാത്രം കൊണ്ട് ഇത് മുഴുവൻ അങ്ങ് ഓടിച്ചു പോയേക്കാം. അവിടെ നിന്നെല്ലാം വരട്ടെ, ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതും ശരിയല്ല. കേന്ദ്രത്തിന്റെ ഭാഗത്ത് എന്നതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ അരമുറുക്കുന്ന പരിപാടികളുണ്ടല്ലോ, മുറുക്കി ഇപ്പൊ അര കീറിപ്പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത്രമാത്രം അരമുറുക്കിയാണ് സംസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. ട്രഷറി നിയന്ത്രണം, KSRTC ശമ്പളം കൊടുക്കാനില്ലായ്മ, KSEB ബില്ല് വർധന അടക്കം സാമ്പത്തിക രംഗത്ത് കേരളം അങ്ങേയറ്റം കഷ്ടപ്പെടുകയാണ്, വലയുകയാണ്. അതിൽ കേന്ദ്രത്തിന് മാത്രമല്ല പങ്ക് എന്നത് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല.
CNAG റിപ്പോർട്ട് പ്രകാരം 686 കോടി രൂപ TOP പിരിക്കാനുണ്ട് ബാർ മുതലാളിമാരിൽ നിന്ന്. ആര്? നമ്മുടെ സംസ്ഥാന സർക്കാർ. അത് അടക്കം അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ഒത്തൊരുമിച്ച് ഒരു കോറിലേറ്റഡ് ആയിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ പങ്കുവഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് അടുത്ത ധനകാര്യ കമ്മീഷൻ മുമ്പിലുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ഡിബേറ്റ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആവലാതികൾ അതൊക്കെ കേട്ട് അനുകൂലമായ ഒരു നിലപാട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശിക്കുകയാണ്.